നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കാണുന്നത് മറുനാടൻ മലയാളി എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് വാർത്ത വായിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ്. ഒരുപാട് പേർ പറഞ്ഞു ഇത് പഴകി, കണ്ടുമടുത്തു, ഒരു മാറ്റം വേണമെന്ന്. പുതിയ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറുനാടൻ അടിമുടി പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പുതിയ സ്റ്റുഡിയോയും. ഈ സ്റ്റുഡിയോയിലായിരിക്കും ഇനി പരമാവധി വാർത്തകൾ വായിക്കുന്നത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പഴയ സ്റ്റുഡിയോ വീണ്ടും ആവർത്തിച്ചെന്ന് വരാം. ഇതുപോലെ തന്നെ ചില മാറ്റങ്ങൾ കണ്ടു കാണും. മറുനാടൻ ഡെയിലി എന്ന പേരിൽ പുതിയൊരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരുന്നു. ഡെയിലി ന്യൂസ് അനാലിസിസുകളാണ്, യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിൽ വലിയ സ്വീകാര്യത. 2 ദിവസം കൊണ്ട് ഏതാണ്ട് 20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ലൂസ് സ്റ്റോക്കൊക്കെ അതിലാണ്. വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെട്ടു പോകുന്നു. പഴയ മറുനാടൻ TV ഇന്നലെ മുതൽ ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാക്കി മാറ്റി. അതിലെ ആദ്യത്തെ വിഷ്വൽ ഭംഗിയുള്ള കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് ഇന്നലെ വൈകുന്നേരം ലോഞ്ച് ചെയ്തു. കാണാത്തവർ പോയി കാണണം. എന്നാലും ഇന്നത്തെ ഈ പുതിയ സ്റ്റുഡിയോയിലെ ആദ്യത്തെ വാർത്ത, നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ചിലരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഞാനതിൻ്റെ കാരണം പലതവണ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ചെയ്തത് അധാർമിക പ്രവൃത്തിയാണ്. പക്ഷേ അതിനുള്ള ശിക്ഷ ജയിലല്ല, അതിനുള്ള ശിക്ഷ നാണം കെടുത്തലല്ല. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഹുലിൻ്റെ ഉറ്റ ചങ്ങാതി ഫെനി നൈനാനെ കുറിച്ചാണ്. നമുക്കറിയാം, ഫെനി നൈനാൻ രാഹുലിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നല്ലൊരു സുഹൃത്ത് ഒരാൾ ആപത്തിൽ ചാടുമ്പോൾ ഓടി രക്ഷപ്പെടുന്നയാളാവാൻ പാടില്ല, നേരെ മറിച്ച് കൂടെ നിൽക്കുന്നയാളാവണം. അതാണ് ഫെനി നൈനാൻ തെളിയിച്ചിരിക്കുന്നത്. ഫെനി നൈനാൻ രാഹുലിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. രാഹുലിനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാറുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫെനി നൈനാൻ അറിയാം. ഫെനി പെട്ടെന്ന് വാർത്തകളിലേക്ക് നിറയാൻ കാരണം ഏറ്റവും ഒടുവിൽ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്ന കേസ്, ഏറ്റവും 3ാമത്തെ ബലാത്സംഗ കേസ്. ആ കേസിലും ഫെനിയുടെ പേര് പറയുന്നുണ്ട്. 2ാമത്തെ കേസിലും ഫെനിയുടെ പേര് പറയുന്നുണ്ട്. ആ കേസിൽ ഫെനി പ്രതിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഫെനിയെ വിളിച്ചപ്പോൾ ഫെനി പറയുന്നു പ്രതിയല്ല. കാരണം 2ാമത്തെ കേസിൽ ഫെനി പ്രതിയാവേണ്ടതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ഹോം സ്റ്റേയിലേക്ക് ബലാത്സംഗത്തിന് കൊണ്ടുപോയപ്പോൾ ഈ യുവതിയെ പോയി സ്വീകരിച്ച് രാഹുലിനൊപ്പം കാറിലിരുത്തി കൊണ്ട് വിട്ടതും, രാഹുൽ ബലാത്സംഗം ചെയ്യുന്നത്രയും സമയം പുറത്ത് കാത്തുനിന്നതും, ബലാത്സംഗത്തിന് ശേഷം ആ യുവതിയുമായി തിരിച്ചു വന്നതും ഫെനിയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. പക്ഷെ പോലീസ് ഫെനിയെ പ്രതി ചേർത്തിട്ടില്ല. ആകപ്പാട് ഒരിക്കൽ വിളിച്ച് ചോദ്യം ചെയ്തു, അതോടെ അവസാനിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ ഫെനിയെ ഗൂഢാലോചന മാത്രമല്ല ആ കുറ്റകൃത്യത്തിലെ പങ്കാളി എന്ന നിലയിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതേക്കുറിച്ചൊരു മാധ്യമങ്ങളും വാർത്ത എഴുതാത്തപ്പോൾ ഓർക്കണം, ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫെനി നൈനാൻ മത്സരിക്കുമ്പോഴായിരുന്നു വിവാദമുണ്ടായത്. ഒരു കരുണയും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചില്ല. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ഫെനി നൈനാൻ ഒളിവിൽ പോയി എന്നൊക്കെ വാർത്തകൾ നമ്മുടെ ചാനലുകൾ കൊടുത്തു. ഫെനി ഒരിടത്തും പോയില്ല. പക്ഷെ ഫെനിയെ പ്രതി പോലും ആക്കിയില്ല എന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു. ഇത് വീണ്ടും ഫെനിയുടെ പേര് 3ാമത്തെ ബലാത്സംഗ കേസിലും പെടുന്നു. ഫെനിയെ അറിയാം, ഫെനിയോട് സംസാരിച്ചു, ഫെനിക്ക് പങ്കുണ്ട് എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് ഫെനി നൈനാൻ രംഗത്ത് വരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി. ഫെനി പറയുന്നു, എനിക്കറിയാം ഈ പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ, ഈ 5000 രൂപ തന്ന പെൺകുട്ടിയാണെങ്കിൽ എനിക്കറിയാം, അതൊരു ലക്കി ഡ്രോയ്ക്ക് വേണ്ടി തന്നതാണ്, അപ്പോൾ തന്നെ കൂപ്പണും കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ. കാരണം 2025 നവംബർ ഡിസംബർ വരെ ഫെനിയുമായി വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഫെനിക്കെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഒരു തരത്തിലും ഈ യുവതിയുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിൽ വളരെ സെലക്ട് ചെയ്ത ചില ചാറ്റുകൾ, അതായത് ആ യുവതിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതേസമയം മോശമായ ഒരു ചാറ്റും പുറത്തു വരുതേ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ കരുതലോടെ ജാഗ്രതയോടെ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ താല്പര്യമുണ്ട് എന്ന ആ ചാറ്റ് ഫെനി നൈനാൻ പുറത്തുവിടുന്നു. ആ ചാറ്റിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നത്, എനിക്ക് പാലക്കാട് വെച്ച് കാണണം, ഫ്ലാറ്റിൽ വെച്ച് കാണണം, രാത്രി ആയാലും കുഴപ്പമില്ല എന്നതാണ്. ഫെനി പറയുന്നുണ്ട്, പകൽ ഓഫീസിൽ വെച്ച് കണ്ടാൽ പോരാ, എനിക്ക് രാത്രി ആയാലും കുഴപ്പമില്ല, ഫ്ലാറ്റിൽ വെച്ച് കാണണം, അല്ലെങ്കിൽ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പോകണം എൻ്റെ വണ്ടിയിൽ എന്ന് ശഠിക്കുന്ന ഒരു ചാറ്റാണ് പുറത്തുവിട്ടത്. ആ ചാറ്റ് പുറത്തുവിട്ടത് ഫെനി നൈനാൻ നിയമപരമായി കൃത്യമായ ആലോചനകൾ നടത്തിയാണ്. പക്ഷെ എന്നിട്ടും പോലീസ് ഇന്നലെ ഫെനി നൈനാനെതിരെ കേസെടുത്തു.
ഞാൻ ആ കേസിൻ്റെ സ്ഥിരീകരിച്ചു. വെറുതെ പറയുന്നതിൽ ഫെനി നൈനാനെതിരെ കേസെടുത്തു. പത്തനംതിട്ട സൈബർ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. ക്രൈം നമ്പർ 4/2026 പത്തനംതിട്ട സൈബർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 4/2026 ആണ് ഫെനി നൈനാനെതിരെയുള്ള കേസ്. ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ BNSലെ 79ഉം 72(1) IT ആക്ടിലെ 67ഉമാണ്. വളരെ വിചിത്രമായി തോന്നും. BNSലെ 79 എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ്. അതായത് ഒരു സ്ത്രീയെ മോശമാക്കുക, ലൈംഗികമായി മോശക്കാരിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരെ ചിത്രീകരിക്കുന്നതാണ് ഈ 79 എന്ന് പറയുന്ന സെക്ഷൻ. ഇത്തരത്തിൽ ഒരു ചിത്രീകരണവും അവിടെ നടന്നിട്ടില്ല. പക്ഷേ ആ കുറ്റകൃത്യം ഈ ഫെനി നൈനാൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. പക്ഷേ ബെയിലബിൾ ആണ്. 72(1) എന്ന വകുപ്പാണ് രണ്ടാമത്തത് BNS. ഈ വകുപ്പ് അനുസരിച്ച് ഒരു ലൈംഗിക കുറ്റകൃത്യത്തിലെ ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നവർക്കെതിരെയാണ് കേസ്. ഇവിടെ ഒരു തരത്തിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. ആ യുവതിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നതിനപ്പുറത്തേക്കുള്ള ഒരു വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. കാനഡക്കാരിയാണ് എന്ന് പോലീസ് തന്നെയാണ് പറഞ്ഞത്. ആ കാനഡക്കാരി എങ്ങനെയാണ് നാട്ടിൽ വന്നതെന്നും ഏത് ഹോട്ടലിൽ പോയാണ് പീഡനം നടത്തിയതെന്നും ഒക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ അതിലില്ലാത്ത ഒരു കാര്യവും പുറത്തുവിട്ട ചാറ്റിലില്ല. ഒരു തരത്തിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും ആ വകുപ്പ് ചുമത്തിയിരിക്കുന്നു. വിചിത്രമായത് 3ാമത്തെ വകുപ്പാണ്. IT ആക്ടിലെ 67ാമത്തെ സെക്ഷൻ. IT ആക്ടിലെ 67ാമത്തെ സെക്ഷൻ ജാമ്യമില്ല വകുപ്പാണ്. ഈ IT ആക്ടിലെ 67 പറയുന്നത് ഒബ്സീൻ മെറ്റീരിയൽസ് പുറത്തുവിട്ടു എന്നതാണ്. അതായത് ലൈംഗിക തീഷ്ണതയുണ്ടാക്കുന്ന, ലൈംഗിക സ്വഭാവമുള്ള അശ്ലീല ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിനാണ് IT ആക്ടിൽ 67 ചുമത്തുന്നത്. അത് സ്ത്രീകൾക്കെതിരെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു സെക്ഷുവൽ ഇമേജ് പുറത്തുവിട്ടാൽ അത് IT ആക്ടിലെ 67 ആകർഷിക്കും. ഇവിടെ എവിടെയാണ് സെക്ഷുവൽ ഇമേജ് പുറത്തുവിട്ടത്, എവിടെയാണ് ഒബ്സീൻ മെറ്റീരിയൽ പുറത്തുവിട്ടതെന്ന് ആർക്കും അറിയില്ല. അത്തരം ചോദ്യങ്ങൾ പ്രസക്തമല്ല. ഇത് പിണറായിയുടെ പോലീസാണ്. പിണറായിയുടെ പോലീസ് ഒരാളെ സ്കെച്ച് ചെയ്യുന്നു, അയാൾക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു. ആ കേസെടുക്കാൻ വേണ്ടി ഏത് വകുപ്പും ചുമത്തും. അത് അയാളെ ലോക്ക് ചെയ്യാൻ പറ്റിയ വകുപ്പ് ഏതാണ് എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അതിന് പറ്റിയ ഒരു സാമൂഹ്യ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കും. ഈ സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ, പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയില്ല. നമ്മുടെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പറയുന്ന അവർ വിശ്വസിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആളുകൾ മഹാകുഴപ്പക്കാരാണ്, ചീമുട്ടെറിയണം, കല്ലെറിയണം എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് മാറും. അതാണ് ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഓർക്കണം, നിലനിൽക്കാത്തൊരു കേസാണ്. ഒരു തരത്തിലും ബലാത്സംഗം ഇല്ല എന്ന് വ്യക്തമാണ്. കാരണം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഹോട്ടൽ ബുക്ക് ചെയ്തത് ഈ പരാതിക്കാരിയായ യുവതിയാണെന്ന് ഓർക്കണം. അതിനുശേഷം ആ യുവതി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പരാതിയുമില്ല. എന്തിനാണ് ഓഗസ്റ്റിൽ ഈ വിഷയം ഉണ്ടാകുമ്പോൾ പോലും രാഹുലിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് ബലാത്സംഗം ചെയ്തു, ശരീരത്തിൽ മുറിവേൽപ്പിച്ചു, മുഖത്ത് തുപ്പി എന്നൊക്കെയുള്ള ആരോപണം നിലനിൽക്കില്ല. നിലനിൽക്കാത്ത കേസിൻ്റെ പുറത്ത് രാഹുലിനെ പാതിരാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് തെളിവെടുപ്പെന്ന നിലയിൽ പ്രഹസനം കാട്ടി ജയിലിൽ അടച്ച് അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറുവശം ആരെങ്കിലും പറഞ്ഞാൽ വളരെ കൃത്യമാണ്. രാഹുലിനെതിരെയുള്ള ഭാഗം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. യുവതിയുടെ ചാറ്റ് എന്ന നിലയിൽ ആദ്യം പുറത്തുവിട്ടത് രാഹുലുമായി ബന്ധപ്പെട്ടവരോ അല്ല, നമ്മുടെ ചാനലുകളാണ്. ഈ ചാനലുകൾക്ക് ഇതെങ്ങനെ കിട്ടി? ഒരുപക്ഷെ ആ യുവതി കൊടുത്തതാവാം, അല്ലെങ്കിൽ പോലീസ് കൊടുത്തതാവാം. അതിൽ പറയുന്നു സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിന് മറുഭാഗം ഉറപ്പായ ഒരാൾ, അയാൾ ഇതിൻ്റെ അകത്തെ സൂചിപ്പിക്കപ്പെട്ട ആളാണ് ഫെനി നൈനാൻ. അതുകൊണ്ട് ഫെനി നൈനാൻ പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഫെനി തനിക്ക് കിട്ടിയ ചാറ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതായി ഒന്നുമില്ലാതിരിക്കവേ കള്ളക്കേസ് എടുത്തിരിക്കുന്നു. അത് ലൈംഗിക താല്പര്യത്തോടു കൂടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ജാമ്യമില്ല വകുപ്പെടുത്തിയിരിക്കുന്നു പിണറായിയുടെ പോലീസാണ്. പക്ഷെ ഫെനി പറയുന്നു ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഇന്നലെ ഫെനി അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടു. ഫെനി പറയുന്നത് ഇതൊന്നും തന്നെ ബാധിക്കില്ല, താൻ തൻ്റെ കൂട്ടുകാരനൊപ്പം ഉറച്ചു നിൽക്കും. ഈ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധമാണ്, സൗഹൃദമാണ് ഇവിടെ പലർക്കും പ്രശ്നം. അങ്ങനെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പേരിൽ നിർത്താൻ എനിക്ക് സൗകര്യമില്ല. കൃത്യമായി ഇന്നലെ പോസ്റ്റ് ഇട്ടു. രാഹുൽ MLAക്കെതിരെയുള്ള കേസിൽ പരാതിക്കാരി ആക്ഷേപിച്ചു എന്ന പേരിൽ എനിക്കെതിരെ കേസെടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നു. പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല. ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ, അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത്? പ്രസക്തമായ ചോദ്യമല്ലേ? ചാറ്റ് പുറത്തുവിടുന്നത് കുഴപ്പമാണെങ്കിൽ നമ്മുടെ ചാനലുകൾക്കെതിരെ കേസെടുക്കണ്ടേ? എല്ലാ ചാനലുകളും ഈ യുവതിയുടെ ചാറ്റ് പുറത്തുവിട്ടു, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതം. അതിൽ യുവതി രാഹുൽ മാങ്കൂട്ടലുമായി നടത്തിയ ചാറ്റാണ്. അതുപോലെ തന്നെ യുവതി ഫെനി നൈനാനുമായി നടത്തിയ ചാറ്റാണ് ഫെനി പുറത്തുവിട്ടത്. അതിൽ യുവതിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല,
യുവതിയെ അധിക്ഷേപിക്കുന്നൊന്നുമില്ല. എന്തായാലും കേസിന് നിയമപരമായി നേരിടും. ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. പ്രതികാര ബോധ്യത്തിൻ്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ എല്ലാത്തിനും മുകളിൽ കോടതിയുണ്ട്. അവിടെ സത്യം ബോധിപ്പിക്കും. FIR ലഭിക്കുന്ന സമയത്ത് തന്നെ അതിന് നിയമസാധുതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷെ നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എൻ്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് നൽകി എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് 18 മാസങ്ങൾക്ക് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഗൗരവമായ ചില ചോദ്യങ്ങളോടെയാണ് ഫെനി ഇന്നലെ രാത്രി രംഗത്ത് വന്നത്. ഇപ്പോൾ ഞാനിത് നോക്കുമ്പോൾ 12 മണിക്കൂർ കഴിയുമ്പോൾ ഏതാണ്ട് 16,000 ലൈക്സ് ഇതിനുണ്ട്, 2,500 കമൻസ് ഉണ്ട്, 1000-ലധികം ഷെയറുകളുണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. പക്ഷെ ഇതൊന്നും പിണറായിക്കും പിണറായിയുടെ പോലീസിനും ബാധകമല്ല. അവർ ഒരാളോട് പകവിട്ടാൻ ഇറങ്ങിയാൽ ഏതറ്റം വരെ പോകും, എന്തും ചെയ്യും. പക്ഷെ മറന്നു പോകുന്നത് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്ന പഴംചൊല്ലാണ്. ഇതിനേക്കാൾ വലിയ കേസിൽ പ്രതി ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടേണ്ടിയിരിക്കുകയോ ചെയ്ത സാഹചര്യത്തിലൂടെ കടന്നുപോയ ഫെനി നൈനാൻ. എന്നിട്ട് ഒളിവിൽ പോയില്ല, എന്നിട്ട് ആരെയും കൂസിയില്ല. പിന്നെയാണോ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീലം പറഞ്ഞു എന്ന ഒരു കള്ളക്കേസ് ചുമത്തി ഫെനി നൈനാനെ കുടുക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ കുടുങ്ങുന്ന ജനുസിൽപ്പെട്ടയാളല്ല താനെന്ന് വിളിച്ചു പറയുകയാണ് ഫെനി നൈനാൻ. ഞാൻ ഫെനിയോട് രാവിലെ സംസാരിച്ചത് കൂടി കേൾക്കുക. ഹലോ ഫെനി, നമസ്കാരം. 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 എന്നാണ് നിങ്ങൾ അങ്ങനെ വീണ്ടും ഒരു കേസിലൂടെ പ്രതിയായി? അതെ 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 അതെ. ഇപ്പോഴത്തെ കേസിന്റെ വിശദാംശങ്ങളും അറിയാൻ പറ്റിയോ? നിങ്ങളെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നെ ആരും ഇതുവരെ പോലീസോ ഒന്നും എന്നെ ഇതുവരെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. പിന്നെ വക്കീൽ മുഖാന്തരവും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ പരാതിയില് എന്റെ പേര് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ആദ്യമേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് ഒരു 5,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തോ നിർബന്ധപൂർവ്വം വാങ്ങിച്ചതുപോലെയൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ എനിക്ക് കേട്ടിട്ട് സങ്കടം തോന്നുന്നു. അത് 5,000 രൂപ അവര് തന്നിട്ടുണ്ട് എനിക്ക്. അതിൽ വാസ്തവമാണ്. എനിക്ക് ഈ യുവതിയെ അറിയാം, അതും ഒരു വാസ്തവമാണ്. ഞാനത് പൈസ കിട്ടിയപ്പോൾ തന്നെ ഞാനത് അതിന്റെ കൂപ്പണുകൾ അയച്ചു കൊടുക്കുകയും അതിന്റെ പൈസ തന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എന്റെ നവമാധ്യമങ്ങളിൽ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ട ആളാണ്. അതായത് ഒരു രഹസ്യമല്ല, പരസ്യമാക്കിയ ഒരു സംഭവമാണ്. അതാണ് പിന്നെ വളച്ചൊടിച്ച് അതൊരു പരാതിയിലേക്ക് എത്തിയത്. ശരി, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ ചാറ്റ് പുറത്തു വിട്ടതിനെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചോ? ഇല്ല ഇല്ല എന്നെ അറിയിച്ചിട്ടില്ല. അപ്പൊ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാന് ഇതുമായി ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പേ തന്നെ അതോറിറ്റീസിനോടൊക്കെ ചോദിച്ച് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്. ആ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു സാധനവും ഞാൻ ചാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒന്നുമേ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്ന ഒരു സാധനവും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവരുടെ വീണ്ടും വ്യാജമായ കേസുകൾ സൃഷ്ടിക്കുകയാണ്. അതിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്? നിങ്ങൾ ഈ കേസ് വന്ന് മുങ്ങാൻ വല്ല പ്ലാനുണ്ടോ? ഒരു പ്ലാനും ഇല്ല, മുങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാൻ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഈ പരാതി വന്നതിന് ശേഷമാണ് ഞാനൊരു ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് SBയിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ഫണ്ടിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അതിനോടൊപ്പം ഞാൻ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് കേട്ടത് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു വാക്ക് സെന്റൻസ് അതിനകത്ത് കൂട്ടി. അതിനുശേഷം വലിയ സൈബർ അറ്റാക്കാണ് എനിക്കെതിരെ നടന്നത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ഞാനിത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, അതിന്റെ നിജസ്ഥിതി പുറത്തു വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ചാറ്റുകൾ പുറത്തു വിട്ടത്. വളരെ ശ്രദ്ധിച്ചു. ഞാൻ ആവശ്യമില്ലാത്ത ഒരു സംഭവങ്ങളും നമ്മളതിനകത്ത് കൊടുത്തിട്ടില്ല. കൃത്യമായ കാര്യങ്ങൾ മാത്രം. അതിനകത്ത് ഒരു അപാകതയും ഉള്ളതായിട്ട് ഞാൻ വക്കീലന്മാരോട് സംസാരിച്ചു.
മറ്റ് നിയമപരമായി അറിവുള്ളവരോട് സംസാരിച്ചു. ഒരു തെറ്റും ആരും പറഞ്ഞിട്ടില്ല. ശരി, അതുകൊണ്ട് നിങ്ങൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്നുണ്ടോ? അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിനു മുമ്പ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ നിങ്ങൾ പ്രതിയായിരുന്നില്ലേ? പ്രതിയല്ല, ഞാൻ എന്നെ പ്രതിയാക്കിയിട്ടില്ല. ആരോപണങ്ങൾ ആ കേസിൽ എന്നെ പ്രതിയാക്കിയിട്ടില്ല, രണ്ടാം പ്രതിയാക്കിയിട്ടില്ല. ആ കേസിൽ ആരോപണം ഉന്നയിച്ചു. വലിയൊരു ആരോപണമാണ് എനിക്കെതിരെ ഉന്നയിച്ചത്. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വലിയൊരു ആരോപണം അത് ഉന്നയിക്കുകയും അത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹോം സ്റ്റേയിലേക്ക് ഞാൻ കൊണ്ടുവിട്ടു എന്നാണ് ആ പരാതി. പക്ഷെ നിങ്ങളെ പ്രതിയാക്കിയില്ല. എന്നെ പ്രതിയാക്കിയിട്ടില്ല. അത് വളരെ ഗൗരവമുള്ളൊരു കുറ്റകൃത്യമാണ്. എന്നിട്ട് എന്നെ ആ കേസിൽ അരമണിക്കൂർ ചോദ്യം ചെയ്തതല്ലാതെ എന്നെ പേരിന് വേണ്ടി പോലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വ്യാജ പരാതിയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. മനസ്സിലായി. അപ്പം അത് ആ കേസിന്റെ അവസ്ഥ അതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ വീണ്ടും. പക്ഷെ അത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്റെ പേര് ഉൾപ്പെടുത്തിയത് മാത്രമേ തെരഞ്ഞെടുപ്പ് വരെ കഴിയും വരെ അത് മാത്രമേ കുത്തിഘോഷിച്ചുള്ളൂ. അതിനുശേഷം ആ വാർത്തയുടെ ഒരു ഫോളോ അപ്പും ഒരു മാധ്യമവും കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ സൗഹൃദം വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉറച്ചു നിൽക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നടക്കട്ടെ. താങ്ക് യു. ഓക്കെ.